ഞാനിന്ന് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 8 വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ ഒരു കഷ്ണം പട്ടയും ഒരു 4 ഗ്രാമ്പൂ 4 ഏലക്കയും കൂടെ ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ചെടുത്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കും. ഞാനിവിടെ 1 കിലോ ചിക്കനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിക്കനിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാലയിൽ നിന്ന് ഒരു പകുതി മസാലയും കൂടി ഇതിനകത്ത് ചേർത്ത് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് സവാളയൊക്കെ വഴറ്റി എടുക്കുമ്പോഴത്തേക്ക് അത്രയും നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 4 മീഡിയം സൈസ് സവാളയാണ്. അത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്ത് ശകലം ഉപ്പൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ടൊന്ന് വാടണം. ഒരുപാട് ബ്രൗൺ കളറാവൊന്നും വേണ്ട, പക്ഷെ നന്നായിട്ട് വാടണം. ഇതിപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പില്ലേ, അതിൻ്റെ ബാക്കി കുറച്ചിരിക്കുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാൻ പോവാണേ. ഇനി ഞാൻ ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. ഒരു 2 മിനിറ്റോളം നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു വലിയ തക്കാളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തക്കാളി ചേർത്തിട്ട് ഞാൻ അടച്ചു വെച്ചൊന്ന് വേവിക്കുക. അപ്പോൾ ഈ തക്കാളി ഒന്ന് വെന്തൊന്നോ ചെറുതായിട്ടൊന്ന് വെന്തുടയും. ഇടയ്ക്ക് നമ്മളൊന്ന് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. അടച്ചു വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം പെട്ടെന്നങ്ങ് പറ്റിപ്പോവും, ചിക്കൻ വേവത്തുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് നമ്മൾ അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കനൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് ഉപ്പ് നോക്കണേ. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇതിപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എനിക്കിതൊരു 15 മിനിറ്റ്സ് എടുത്തു കേട്ടോ. ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് അത് വേവാൻ വേണ്ടി ഒരു 15 മിനിറ്റ് എടുത്തു. അപ്പം ഇനി നമുക്ക് ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അടപ്പ് തുറന്ന് വെച്ചിട്ട് ഒന്ന് പറ്റിച്ചെടുത്താൽ മതി. അതല്ല, ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണേ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് ഇങ്ങനെ നെടുക കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.